പ്രിയപ്പെട്ടവരെ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഫോം 6 പുതിയ അപേക്ഷകൾ പലരും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ചില ആളുകൾക്കെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നത് അവരുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യാത്തവരോ അതല്ലെങ്കിൽ പേരിൻ്റെ കൂടെ ഡോട്ട് വരുന്നവരാണ്. പേരിൽ ഡോട്ടുള്ളവരുടെ കേസിൽ അത്തരം ഡോട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം കൊണ്ട് OTP റിസീവ് ചെയ്യാതെ വരുന്നു. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ അവർക്ക് BLOയെ സമീപിക്കാനാണ് കമ്മീഷൻ പറയുന്നത്. BLOയുടെ ആപ്പിൽ പുതിയ ആളുകളെ പേര് ചേർക്കുന്ന ഫോം 6 അതുപോലെ ഫോം 8 ഫോം 6 എല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി ഉണ്ട്. പക്ഷേ പലർക്കും പല BLOമാർക്കും ഒന്ന് സമയ പരിമിതി മൂലവും അതുപോലെ തന്നെ മറ്റൊന്ന് അത് ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടും പലരും അത് ചെയ്യാൻ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം BLOമാരെ സഹായിക്കാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ. BLO ആപ്പിലൂടെ ഫോം 6 നമുക്ക് എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത്. BLO ആപ്പ് വഴി നമുക്ക് പുതിയൊരു വോട്ടറെ ആഡ് ചെയ്യുന്നതിനായി നമ്മുടെ ആപ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മെനു എന്ന് പറയുന്നത് ഫോംസ് എന്ന് പറയുന്ന മെനു കാണും. അപ്പോൾ നമ്മൾ ഫോംസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഫോംസ് ഇൻ ഡ്രാഫ്റ്റ്. നമ്മൾ നേരത്തെ ചെയ്ത കംപ്ലീറ്റ് ആവാത്ത ഫോമുകളാണത്. ദെൻ രജിസ്റ്റർ ആസ് എ ന്യൂ വോട്ടർ ഫോം 6, ഫോം 6A, ഫോം 6B എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് പുതുതായിട്ട് ഒരാളെ പേര് ചേർക്കാൻ വേണ്ടത് ഫോം 6ലാണ് നമ്മൾ ചെയ്യുന്നത്. സോ രജിസ്റ്റർ ആസ് എ ന്യൂ വോട്ടർ, ന്യൂ ഇലക്ടർ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ആദ്യം റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് പറയും. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഡോക്യുമെൻറ്റ്സ് ഏജ് പ്രൂഫിന് വേണം, പിന്നെ അഡ്രസ് പ്രൂഫ് വേണം. പിന്നെ നമുക്ക് ആദ്യം ഇവിടെ സെലക്ട് ചെയ്യേണ്ട നമ്മുടെ സെക്ഷനാണ്, അതായത് നമ്മൾ ഏതെങ്കിലും സെക്ഷനിലേക്ക് ഒരു ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പൊതുവെ 2 സെക്ഷൻസ് ഉണ്ടാവും. നമ്മുടെ സെക്ഷൻ 1 നമ്മുടെ മെയിൻ സെക്ഷൻ ആയിരിക്കും, പിന്നെ ഓവർസീസ് ഇലക്ടറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വേണ്ടത് സെക്ഷൻ 1 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഫിൽ ഫോം 6 എന്ന മെനു ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് വരുന്ന വിൻഡോ എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസോടെ വായിക്കാം. പിന്നെ നമ്മൾ ഏതാണ് നമ്മുടെ ജില്ല മണ്ഡലമൊക്കെ കറക്റ്റോടെ വന്നത് നമ്മൾ ഉറപ്പുവരുത്തുക. ദെൻ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യേണ്ടത് ന്യൂ വോട്ടർ എന്ന് പറയുന്ന മെനു ആണ്. കാരണം പുതുതായിട്ട് വോട്ടർ ആഡ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് എന്ന് ഓൾറെഡി എപ്പിക്കുള്ളവരുടെ കേസാണ്, നമുക്ക് വേണ്ട. ന്യൂ വോട്ടർ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. സോ സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇനി നമുക്ക് ഇവിടെ വോട്ടറുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ്സിൽ എങ്ങനെയാണോ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ അവരുടെ മറ്റ് ആധാർ ഇതിലേക്ക് എങ്ങനെയാണ് പേരുള്ളത്. അപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട നമുക്ക് ഇവിടുത്തെ ഒരു അനുകൂല ഘടകം എന്ന് പറയുന്നത്, ഇപ്പോൾ പലർക്കും ഓൺലൈൻ ചെയ്യാൻ പ്രയാസം, അവർ ആധാറിൽ മറ്റൊരു പേരും സ്കൂൾ സർട്ടിഫിക്കറ്റ് വേറെയും കറക്റ്റ് ചെയ്യാൻ സമയം എടുക്കുന്നതുകൊണ്ട് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്കൂൾ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ആധാറിലെ പേര് ഇവിടെ മാച്ച് ചെയ്യണം നിർബന്ധമില്ല. സോ ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി ഞാനൊരു പേര് ചേർക്കുന്നു. ആദ്യം നമ്മൾ ഇംഗ്ലീഷിലെ പേര് അടിക്കേണ്ടത്, ഞാൻ മുഹമ്മദ് എന്ന് ടൈപ്പ് ചെയ്യുന്നു പേര്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ലൈൻ കാണും ഇൻ റീജിയൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പേരാണ്. അത് ഓൾറെഡി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ ക്ലിക്ക് ഇതിൽ ഈ ഒരു താഴോട്ടുള്ള ആരമാർക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു പേര് വന്നിട്ടുണ്ടാവും. കറക്റ്റ് മലയാളം വന്നു. ഇനി മലയാളം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മലയാളം കീബോർഡ് യൂസ് ചെയ്തിട്ടൊക്കെ അതിനെ മാറ്റാൻ പറ്റും. ദെൻ സർനെയിം ഉണ്ടെങ്കിൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോ അപ്ലോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അവരുടെ ഫോട്ടോ ഒന്നുകിൽ നമ്മൾ അവരുടെ ഫോട്ടോ ഓൾറെഡി വാങ്ങി നമ്മുടെ ഫോണിലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഗാലറിയിൽ നിന്ന് എടുക്കാം. ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ക്യാമറയുണ്ട്, ഗാലറി ഉണ്ട്. അപ്പോൾ ഫോട്ടോ കറക്റ്റ് അവർ കൈ കൊണ്ടുവന്നാണെങ്കിൽ ക്യാമറയിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ക്യാമറ ഓപ്പൺ ആവും. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ഗാലറി എന്ന ഓപ്ഷൻ എടുക്കുന്നത്. ഗാലറി ഒരു ഫോട്ടോ ഞാൻ ഓൾറെഡി ഒരു മോഡൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആ ഫോട്ടോ എൻ്റെ ഗാലറിയിൽ നിന്ന് എടുക്കുന്നു. ഫോട്ടോ കറക്റ്റാണ്, നമ്മളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫോട്ടോ അവിടെ വന്നു. ദെൻ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ വോട്ടർ പട്ടികയിൽ വരുന്ന മറ്റൊരു ഡീറ്റെയിലാണ് റിലേറ്റീവ്. അപ്പോൾ ഇവർ ആരെയാണോ റിലേറ്റീവായി കാണിക്കുന്നത്, ഇവർ ഫാദറാണോ അല്ലെങ്കിൽ മദറാണോ ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഫാദർ സെലക്ട് ചെയ്യുന്നു. ഫാദറിൻ്റെ പേര് എന്താണെന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു പേര് കൊടുക്കുന്നു, സലാം. ഈ താഴോട്ടുള്ള ആരമാർക്ക് ക്ലിക്ക് ചെയ്താൽ മലയാളത്തിലെ പേര് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഓക്കെ ആയി. സർനെയിം ഉണ്ടെങ്കിൽ മതി. ഇതാ നമുക്ക് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ID ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി. മാൻഡേറ്ററി ഫീൽഡുകളല്ല. മൊബൈൽ എല്ലാവർക്കും ഉണ്ടാവും, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്ന് മാത്രം. ദെൻ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആധാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് വാലിഡേറ്റ് ചെയ്യണം. ഇനി ആധാർ ഇല്ലെങ്കിൽ ഐ എം നോട്ട് ഏബിൾ ടു ഫർണിഷ് എന്ന് പറയാം. അപ്പോൾ ഇവിടെയും നമുക്കൊരു അനുകൂല ഘടകം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഇപ്പോഴും ആധാർ ഇല്ലാത്ത പ്രായമായ ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കേസിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ അപ്ലൈ ചെയ്യാം. ആധാർ നിർബന്ധമില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം ആധാർ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ ടിക്ക് ചെയ്യുന്നു മാത്രം. ദെൻ ജെൻഡർ സെലക്ട് ചെയ്യാം. മെയിൽ കൊടുത്തുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഇതിന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഡേറ്റ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് ഇതിന് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് ആയാൽ മതി. ഡോക്യുമെൻറ്റ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണോ കൊടുക്കുന്നത് ആ ഡോക്യുമെൻറ്റുകൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസുണ്ട്. നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം എടുക്കും. അപ്പോൾ ഞാൻ തൽക്കാലം സ്കൂൾ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ
ഞാനൊരു മോഡൽ എടുത്തുള്ള ഒരു സ്കൂളിൻ്റെ അഡ്മിഷൻ എക്സ്ട്രാക്റ്റ് ആണ്, അതാണ് നമുക്ക് അതർ എന്ന് കൊടുത്താൽ മതി. ഇനി അതർ എന്ന് കൊടുത്താൽ നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്താൽ മതി. ഇനി അതർ എന്ന് കൊടുത്താൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. സ്കൂൾ സർട്ടിഫിക്കറ്റ് അത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ഇനി അതർ കൊടുത്ത് ഈ ചൂസ് ഫയൽ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ക്യാമറ ഓപ്ഷൻ ഉണ്ട്, ഗാലറി ഉണ്ട്, PDF ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ക്യാമറ എടുക്കുന്നു, കാരണം അവർ ഡോക്യുമെൻറ്റ് കൊണ്ടുവന്നതുപോലെ സങ്കല്പിക്കുന്നു. അപ്പോൾ ഈ ഒരു മോഡൽ ഡോക്യുമെൻറ്റ് പറഞ്ഞ് ഞാൻ ചെയ്യുന്നു. അത് കറക്റ്റ് നമ്മൾ ക്യാമറയ്ക്ക് പ്ലേസ് ചെയ്യുക, എന്നിട്ട് സെലക്ട് ചെയ്യുക, യൂസ് ഫോട്ടോ എന്ന് കൊടുക്കാം. ചൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് സേവ് ആൻഡ് നെക്സ്റ്റ് ആണ്. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇനി അവരുടെ റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹൗസ് നമ്പർ അല്ലെങ്കിൽ ഹൗസ് നെയിം ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണോ നമുക്ക് അവരുടെ നമ്പർ, ഹൗസ് നമ്പർ എത്ര വരുന്നത് കറക്റ്റ് നമ്മൾ കൊടുക്കുക. അതിൻ്റെ മലയാളം വരും, ഇവിടെ നമ്പർ ആയതുകൊണ്ട് സെയിം തന്നെ. ദെൻ ഏതാണ് സ്ട്രീറ്റ് എന്ന് നമ്മൾ കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്ട്രീറ്റിൻ്റെ അവിടെ നമ്മൾ മലയാളത്തിലുള്ള ആദ്യം ഇംഗ്ലീഷ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇവിടെ എനിക്ക് സ്ട്രീറ്റ് ടൈപ്പ് തന്നെല്ലാം ടൈപ്പ് ചെയ്യുന്നു. ഒരു മോഡൽ മാത്രമാണ് ഇതൊക്കെ. കറക്റ്റ് മലയാളം വന്നു. ദെൻ ഇവിടെ ടൗൺ എന്ന് പറയുന്നതും തന്നില തന്നെയാണ് ഇവിടെ. നമുക്ക് ഏതാണ് കറക്റ്റ് അത് നോക്കി കൊടുത്താൽ മതി. പോസ്റ്റ് ഓഫീസ്, ദെൻ അതിൻ്റെ മലയാളം സെലക്ട് ചെയ്യണം നിർബന്ധമായിട്ടും. പിൻകോഡ് നമ്മൾ കൊടുക്കുന്നു 676508. നമ്മുടെ തഹസിൽ അല്ലെങ്കിൽ നമ്മുടെ താലൂക്ക് ഏതാണെന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന താലൂക്ക് തിരൂരങ്ങാടിയാണ്. മലപ്പുറം ബാക്കി ഓൾറെഡി സ്റ്റേറ്റും അതുപോലെ ഡിസ്ട്രിക്റ്റും വന്നിട്ടുണ്ടാവും. ദെൻ നമുക്കിനി വേണ്ടത് ഡേറ്റ്, പ്രൂഫ് ഓഫ് റെസിഡൻസിൻ്റെ ഡോക്യുമെൻ്റാണ്. അതായത് നമുക്ക് ഇവരെ താമസം തെളിയിക്കാനുള്ള രേഖ ഏതാണ്. അതിന് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ വാട്ടർ, ഇലക്ട്രിസിറ്റി, ഗ്യാസ് കണക്ഷനൊക്കെ ബില്ല് യൂസ് ചെയ്യാം. ആധാർ കാർഡ്, കറണ്ട് പാസ്ബുക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും നല്ലത് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി മറ്റ് ഡോക്യുമെൻറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പോലെ ഇനി അതർ ഡോക്യുമെൻറ്റ് കൊടുക്കാം. ഇവിടെ ഞാൻ ആധാർ കാർഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആധാർ കാർഡ് നമുക്കിവിടെ ക്യാമറയിൽ എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ നേരത്തെ എടുത്ത ഇമേജ് തന്നെ വീണ്ടും ഞാൻ സെലക്ട് ചെയ്യുന്നു മാത്രം കേട്ടോ. ചൂസ് ഫയൽ കൊടുക്കുന്നു. ഓക്കെ, ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയും. ഇവിടെ നമ്മളോട് ഇവർ ചോദിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് എന്തെങ്കിലും PWD ആയ ആളുകളാണെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസബിലിറ്റി ഒന്നും ഇല്ലാത്ത കേസ് ആയതുകൊണ്ട് നോ ഡിഫാൾട്ടായി വരും. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മതി. അടുത്തത് എന്ന് പറയുന്നത് ഓപ്ഷണൽ ഡീറ്റെയിൽ ആണ്. ഇവിടെ ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് നമ്മൾ ഇവരുടെ റിലേറ്റീവിൻ്റെ ഒരു ഫാമിലി മെമ്പറിൻ്റെ പേരും അവരുടെ ID കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മൾ കറക്റ്റ് അവരെ ബൂത്ത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി മെമ്പർ, ഇവരുടെ മെമ്പർ നേരത്തെ ഫാദറിന് വേണം കാണിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളായാലും മതി കേട്ടോ. പിന്നെ അവരുടെ ആരാണ് റിലേഷൻ ടൈപ്പ് എന്ന് കൊടുക്കാം. പിന്നെ അവരുടെ എപ്പിക് നമ്പർ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അത് കൊടുത്തു. ഇനി ഇവിടുത്തെ അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് നമ്മുടെ ഡിക്ലറേഷനാണ്. ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ പുതുതായിട്ട് ആളുകളെ പേര് ചേർക്കണമെങ്കിൽ നമ്മൾ SCRൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കണം. അതാണ് ഡിക്ലറേഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിക്ലറേഷനിൽ നമ്മൾ ഇവരുടെ ഫാദറിൻ്റെ നെയിം എന്താണെന്ന് കൊടുക്കണം. അതുപോലെ മദർ നെയിം, നമ്മൾ നേരത്തെ SCRൻ്റെ ഫോം എങ്ങനെ ഫില്ല് ചെയ്ത് അതുപോലെ തന്നെ ഫാദർ നെയിം കൊടുക്കാം. ദെൻ ഫാദറിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ ആദ്യം മുകളിൽ എടുക്കണം. പിന്നെ മദറിൻ്റെ എപ്പിക് നമ്പറിൻ്റെ അത് കൊടുക്കണം. ദെൻ അത് ഞാൻ കൊടുത്തു. സ്പൗസ് നെയിം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇദ്ദേഹം 2002 ഇലക്ടർ ആണെന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ 2002 അല്ല, കാരണം ഡേറ്റ് ഓഫ് ബർത്ത് വളരെ കുറഞ്ഞ 2007 സെലക്ട് ചെയ്തുകൊണ്ട് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പ്രോജനിയാണ് എന്ന് പറയാം. 2002 പ്രോജനിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്രോജനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. നമ്മളുടെ ആഡ് റിലേറ്റീവ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ ആഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ അവരോട് SCRൻ്റെ ഫോം അവർ കൊണ്ടുവന്നാൽ മതി. അവർ മാതാവിൻ്റെ പിതാവിൻ്റെ SCRൻ്റെ ഫോം ഉണ്ടെങ്കിൽ നമുക്കത് ഈസിയായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കർണാടക, കേരള ഡിസ്ട്രിക്ട് നമ്മൾ സെലക്ട് ചെയ്യും. നമ്മൾ മുമ്പ് SCR നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെ ചെയ്താൽ മതി. നമ്മൾ ആ മണ്ഡലം സെലക്ട് ചെയ്യുന്നു. പിന്നെ ബൂത്ത് ഏതാണ്, ഞാൻ ജസ്റ്റ് തൽക്കാലം ഒരു എക്സാമ്പിളിന് വേണ്ടി നമ്പർ മാത്രം കൊടുക്കുന്നു. എന്നിട്ട് സെർച്ച് ഡീറ്റെയിൽ കൊടുത്താൽ അവരുടെ പേര് കറക്റ്റാണോ വന്ന് നോക്കാം. വെരിഫൈ ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ ഈ 2002 SCR ഡീറ്റെയിൽസും കൂടെ വന്നു കഴിഞ്ഞു. ഇനി ഈ നമ്മൾ സെലക്ട് ചെയ്ത ആൾ, ഇപ്പോൾ ഇവിടെ ഒരു സുരേഷിനെ കാണുന്നത്, അത് ഇദ്ദേഹത്തിൻ്റെ ആരാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഫാദറാണോ മദറാണോ ഗ്രാൻഡ് ഫാദറാണോ എന്ന് കൊടുക്കുന്നു. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ BLOയുടെ സിഗ്നേച്ചർ കൂടി അപ്ലോഡ് ചെയ്യണം. അപ്പോൾ BLO നമ്മളൊരു പേപ്പറിൽ സൈൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പേപ്പറിലൂടെ സൈൻ ചെയ്ത് വെക്കുക. നമ്മുടെ ഗാലറിയിൽ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ക്യാമറയിൽ നിന്ന് നമ്മൾ ഈ സിഗ്നേച്ചർ നമ്മൾ നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊരു സിഗ്നേച്ചർ ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു മാത്രം, എക്സാമ്പിളിന് വേണ്ടി മാത്രം ചെയ്യുന്നു. അത് യൂസ് ഫോട്ടോ കൊടുക്കുന്നു. അത് ഡിക്ലറേഷൻ്റെ കൂടെയാണ് BLO സിഗ്നേച്ചർ. അതാണ് BLO ഇത് വെരിഫൈ ചെയ്തതാണ് ഈ സിഗ്നേച്ചറൂടെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു.
ഇനി ഇവിടെ നമ്മൾ ഡിക്ലറേഷൻ നമ്മളിതിൻ്റെ ഫോമിൻ്റെ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്ലേസ് ഡേറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വില്ലേജ് ഏതാണെന്ന് വീണ്ടും ടൈപ്പ് ചെയ്യുന്നു. ദെൻ നമ്മുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് നമ്മൾ സെലക്ട് ചെയ്യാം. പിന്നെ ഡേറ്റ് ഇവിടെ ചോദിക്കുന്ന ഐ ആം ഓർഡിനറി ഡേറ്റ് അല്ല അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഐ ആം ഓർഡിനറി റെസിഡൻറ്റ് അറ്റ് ദ അഡ്രസ് മെൻഷൻഡ് ഇൻ CLM റേറ്റ് ഇൻ ഫോം 6 സിൻസ്, അതായത് നമ്മൾ എന്ന് മുതലാണ് ഞാനിവിടെ താമസം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഉദ്ദേശം ഡേറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് മുതലാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പുതിയ കേസിലൊക്കെ ആണെങ്കിൽ 2008 ആണെങ്കിൽ അത് മുതൽ ഇവർ താമസമാണ്. അപ്പോൾ ആ ഡേറ്റ് കൊടുക്കാം. ഇനി ഒരു 6 മാസങ്ങളുടെ ഡേറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ. ഓക്കെ, ദെൻ പ്ലേസ് ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇത്ര കഴിഞ്ഞാൽ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത ഫോമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പ്രിവ്യൂ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വോട്ടർക്ക് കാണിച്ചു കൊടുക്കുക, കറക്റ്റാണോ ഡീറ്റെയിലൊക്കെ ഒന്ന് പേര് ചെക്ക് ചെയ്യാൻ പറയാം. ഫോട്ടോ വന്നിട്ടുണ്ട്, ഫാദറിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, നിങ്ങൾ റൈറ്റിൽ എപ്പിക്ക് നമുക്ക് എങ്ങനെ കാണാം, ഇവരുടെ എപ്പിക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന പ്രിവ്യൂ കൂടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ എപ്പിക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എപ്പിക്കിൽ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് വരുന്നുണ്ടാവുമെന്ന് പറയാം. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കീപ്പ് എഡിറ്റിംഗ് കൊടുക്കുക, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നില്ല, കാരണം അത് ഒരു ഫോം സബ്മിറ്റ് ആവും. സബ്മിറ്റ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്ത് നമുക്കിന് സ്ക്രീൻഷോട്ട് എടുക്കാം. ആ നമ്പർ വരുന്നതോടുകൂടി അത് ERO നെറ്റിലേക്ക് പോയി പിന്നെ അത് BLOക്ക് വന്ന് അത് പ്രോസസ്സിംഗ് ആവും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എവർക്കും ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണിത്. ഇതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് ഒരു BLO സംബന്ധിച്ചിടത്തോളം പല വോട്ടർമാരും ഇപ്പോഴും ആപ്ലിക്കേഷൻ ചെയ്യാൻ പ്രയാസങ്ങൾ, ടെക്നിക്കൽ ഇഷ്യൂസ് നേരിടുന്ന കേസുണ്ട്. ആധാറിൽ ഡോട്ട് ഇഷ്യൂ, അതുപോലെ തന്നെ മറ്റ് മിസ്മാച്ചിങ്ങൾ വരുന്ന കേസുകൾ, OTP കിട്ടാത്ത കേസുകൾ, പിന്നെ കുറേ പ്രായമായ ആളുകൾ പ്രത്യേകിച്ച് അങ്ങനെ ഇവിടെയൊക്കെ പോകാൻ പ്രയാസപ്പെടുന്നവർ, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. പല BLOമാരും ഇത് ഒത്തിരി ഡിഫിക്കൽട്ടാണ്, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ചാണ് ചെയ്യാത്തത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ പ്രോസസ്സ്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ